ഹലോ, ടിപ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളിൻ്റെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീണ്ടും വീഡിയോസായിട്ട് നിങ്ങളുടെ മുമ്പിലോട്ടേക്ക് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഞാൻ വളരെയധികം ഈ ചാനലിന് ഞാൻ പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ ഈ ചാനലിന് വേണ്ടിയിട്ട് എന്നോട് നീ ഒരു ചാനൽ തുടങ്ങ്, നിന്നെ കൂടെ പറ്റുന്ന കുറച്ച് കോണ്ടൻറ്റ്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇടുന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ബാക്ക് ബോണായിട്ട് നിന്നിരുന്ന ഒരാൾ എൻ്റെ ലൈഫിൽ നിന്ന് മിസ്സായി. പെട്ടെന്നൊരു ദിവസം ഒന്നും പറയാണ്ട് ഒറ്റപ്പോക്കങ്ങ് പോയി. അപ്പോൾ അങ്ങനെ പോയപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒന്ന് ഡൗൺ ആവുമല്ലോ. ഡൗൺ ആകുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരാളാണെങ്കിൽ നമ്മൾ ആ ഡൗൺ എന്ന് പറഞ്ഞാൽ അങ്ങ് എർത്തായിരിക്കും, ഡൗൺ ടു എർത്ത്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഡൗൺ ആയിരിക്കുന്ന ഒരു സമയമായിരുന്നത് കൊണ്ടാണ് വീഡിയോസൊന്നും ഇല്ലാതിരുന്നത്. അപ്പം നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് ആൾക്കാരുണ്ടാകുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ലൈഫിലോട്ടേക്ക് തിരിച്ച് വന്നേ പറ്റുള്ളൂ. അപ്പം ഞാൻ ലൈഫിലോട്ടേക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഇപ്പോൾ കുഴപ്പമില്ല, മുമ്പോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നഷ്ടങ്ങൾ ഇന്നും നഷ്ടങ്ങളായിട്ടൊരു ഭാഗത്ത് അവിടെ ഉണ്ടാവും. അപ്പം ഞാൻ വീണ്ടും ചാനലിലോട്ടേക്ക് വരുന്ന സമയത്ത് എന്താണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക, എന്തെങ്കിലും ആൾക്കാർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടാറുള്ളത്. അപ്പം അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും ഇഷ്ടപ്പെടുന്ന ഒരാൾ. അപ്പം അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ ലൈഫ് സ്റ്റോറി പറയാനെടുത്തത്. ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത് ഈ പറഞ്ഞ നഷ്ടങ്ങളുടെ കഥകളൊന്നും പറയാനല്ല കേട്ടോ. അതൊരിക്കലും പറയില്ല എന്നൊന്നുമല്ല. ഇൻഷാ അല്ലാഹ് തോന്നുവാണെങ്കിൽ അങ്ങനെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നൊരു സമയത്ത് ഉറപ്പായി ഞാൻ ആ സ്റ്റോറി ആയിട്ട് വരാം. അപ്പോൾ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വി ബാക്ക് സ്റ്റോറി ആയിട്ടാണ്. വി ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ ടേമാണ്, എല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ല. എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, എല്ലാം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു കൂട്ടത്തിലായതുകൊണ്ട് വി ബാക്കിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാനൊരു വി ബാക്ക് മദറാണ്. അപ്പം നമുക്ക് നമ്മുടെ അനുഭവങ്ങളിലൂടെ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ വി ബാക്ക് സ്റ്റോറി ആയിട്ടാണ് ഞാൻ വരാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്ക് ഈ ചാനൽ ഇനി മുമ്പോട്ടേക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനെനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒക്കെ ആവശ്യമുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മുമ്പ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടാതെ ഈ സ്റ്റോറി പറയണമെന്നാണ് വിചാരിക്കുന്നത്. ഇൻ കേസ് നമ്മൾ ലൈഫ് സ്റ്റോറി ആണല്ലോ പറയുന്നത്, നമ്മളെ ലൈഫിലെ അനുഭവങ്ങളാണല്ലോ പറയുന്നത്. അപ്പോൾ അത് ഇൻ കേസ് വളരെ കൂടുകയാണെങ്കിൽ ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആക്കിയിടാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഭാഗങ്ങളൊന്ന് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മതി. പറയുമ്പോൾ ആ ഒരു സ്റ്റോറി പറയുമ്പോൾ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി കേട്ടോ ഞാൻ അങ്ങനെ ക്ലിയറായി പറയാൻ പോകുന്നത്. അപ്പോൾ വി ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വജൈനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സിസേറിയനിലൂടെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷം നോർമൽ ഡെലിവറി അഥവാ സുഖപ്രസവം, വജൈനൽ ബർത്ത് പറയുന്നത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല ഈ സുഖപ്രസവം എന്ന് പറയുന്നത്. അതിൻ്റേതായ പെയിൻ ഉണ്ട്, സിസേറിയൻ അതിൻ്റെ പെയിൻ ഉണ്ട്. എന്നാൽ ഇത് കഴിഞ്ഞിട്ടുള്ള നമ്മളെ ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടല്ലോ, അത് നോക്കുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ സുഖപ്രസവമാണ്. കാരണം ഞാൻ സിസേറിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കുന്ന ഇഞ്ചക്ഷൻ്റെ പെയിന് അതെല്ലാവർക്കും ഒന്നും ഉണ്ടാവുന്നില്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ തന്നെ സിസേറിയൻ കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്റ്റിച്ച് പെയിന്, ബാക്ക് പെയിൻ, അങ്ങനെയുള്ള ബാക്ക് പെയിൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിച്ച് പെയിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമുക്കത് ഒന്ന് ഹീലാവുന്ന സമയത്ത് ഉണ്ടായിരുന്ന പെയിൻ അല്ലാതെ അതിനുശേഷം ഞാൻ അതിൻ്റെ പെയിൻ അനുഭവിച്ചിട്ടില്ല. എനിക്കങ്ങനെ വന്നിട്ടില്ല അൽഹംദുലില്ലാ. അപ്പം പക്ഷേ അതനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സ്റ്റിച്ച് പൊട്ടി വീണ്ടും പഴുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ഡയറക്റ്റ് തന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ആൾക്കാർ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും നോർമൽ ഡെലിവറി ആണല്ലേ നല്ലത്, നമ്മുടെ പണ്ടുള്ളവർ പറയുന്ന പോലെ എന്ന് കരുതി നമ്മൾ ഒരുപാട് പണിയെടുക്കാത്തതുകൊണ്ടാണ് നമുക്ക് സിസേറിയൻ ആവുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് പണിയെടുത്തിട്ട് സിസേറിയൻ ആവുന്നതും എന്നാൽ ഒന്നും ചെയ്യാതെ റെസ്റ്റ് എടുത്തിട്ട് നോർമൽ ആവുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു ബോഡി കണ്ടീഷൻ, നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ അല്ലെങ്കിൽ ലക്ക് എല്ലാം കൂടി ചേർന്നിട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാനൊരു 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞു, 19ാമത്തെ വയസ്സിൽ കുഞ്ഞുണ്ടായ ഒരാളാണ് ഞാൻ.
എന്താ പറയുക, നമ്മൾ സ്വാഭാവികമായിട്ടും സിസേറിയൻ കഴിഞ്ഞ ഒരു അമ്മമാർ കേൾക്കുന്ന കുത്തുവാക്കുകൾ, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കുത്തുവാക്കുകളൊക്കെ ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പെയിന് വന്നിട്ട് ഒരു 2 വീക്സ് മുമ്പായിരുന്നു. നമുക്ക് EDD പറയുമല്ലോ, എക്സ്പെക്റ്റഡ് ഡേറ്റ് പറയുമല്ലോ, അതിനേക്കാൾ ഒരു 2 വീക്സ് മുമ്പ് ചെറിയൊരു ബ്ലീഡിങ് പോലെ കണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് നമുക്ക് പിന്നെ അന്ന് അവിടെ അഡ്മിറ്റാക്കി. പിറ്റേന്ന് മോർണിംഗ് ഇത്ര ദിവസം ആയല്ലോ, നമുക്ക് ഡെലിവറിക്ക് വേണ്ടി നോക്കാമെന്ന് പറഞ്ഞിട്ട് പെയിൻ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ട്രൈ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ഡെലിവറിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പം ഡോക്ടേഴ്സ് എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് വേണമെങ്കിൽ ആ ഒരു 2 ആഴ്ച വരെ വെയിറ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്ന അനുസരിച്ച് നമ്മൾ ചെയ്തില്ല. അവർ പറഞ്ഞ പോലെ പെയിൻ ഇൻഡ്യൂസ് ചെയ്തു. രാവിലെ ഒരു 8:30 ആയപ്പോൾ എനിക്ക് മരുന്ന് തന്നു. വൈകുന്നേരം ഒരു 6:30 ആവുന്നവരെ ഞാൻ ഇതിൻ്റെ പെയിന് മൊത്തം അനുഭവിച്ചു. എന്ന് വെച്ചാൽ എനിക്ക് പെയിന് വരാൻ തുടങ്ങി, പെയിന് നല്ലപോലെ കൂടി. പക്ഷേ ഇത്രയും ടൈം എടുത്തിട്ടും എനിക്ക് കുഞ്ഞ് പുറത്തോട്ടേക്ക് വന്നിട്ടില്ല. അവസാനം ഇവർ പറഞ്ഞു ഇടുപ്പല്ല് വികസിക്കുന്നില്ല, സിസേറിയൻ ചെയ്യണം, എമർജൻസി CS ആണ്, സൈൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അപ്പോഴത്തേന് നമ്മൾ പെയിൻ അനുഭവിച്ചിട്ട് അത് തളർന്നു. തളർന്നിരിക്കുന്ന സമയത്ത് എങ്ങനെയും ഈ ഒരു സംഭവം കഴിഞ്ഞിട്ടാണെന്നല്ലേ നമ്മൾ ഓർക്കുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞതിനനുസരിച്ചിട്ട് സൈൻ ചെയ്ത് കൊടുക്കുന്നു, സിസേറിയൻ ചെയ്യുന്നു, അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ വഴിയെ പറയാം. അപ്പം ഈ ഒരു ഇത്രയും മണിക്കൂർ ഞാൻ അതിനുശേഷം എൻ്റെ ഫ്രണ്ട്സായിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ ഈ ഒരു കാര്യം ഇങ്ങനെ പറയും, ഞാൻ 10 മണിക്കൂറോളം ലേബർ പെയിൻ അനുഭവിച്ചു, എന്നിട്ടാണ് എന്നെ പിന്നെ സിസേറിയൻ ചെയ്യുന്നത്. അപ്പം ഞാൻ സിസേറിയൻ്റെ പെയിൻ പറഞ്ഞു, സുഖപ്രസവത്തിൻ്റെ പെയിൻ പറഞ്ഞു എന്ന് പറയുന്ന സമയത്ത് എന്നോട് ഇവർക്ക് പറഞ്ഞിട്ടുണ്ട്, അതിലൊന്നോ 2-3 പേര് ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ അനുഭവിച്ച ആ പെയിൻ ഉണ്ടല്ലോ അതല്ല സുഖപ്രസവത്തിൻ്റെ പെയിന്, നമ്മൾ ഇതൊക്കെ അനുഭവിച്ചതിന് ശേഷം കുഞ്ഞിൻ്റെ തല പുറത്തോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു പെയിന് വരാനുണ്ട്, അതാണ് സുഖപ്രസവത്തിൻ്റെ പെയിന്. അപ്പോൾ ഞാൻ കരുതി, എൻ്റെ പഠിച്ചോനെ, ഞാൻ ഈ മണിക്കൂറുകളോളം കിടന്ന് അനുഭവിച്ച വേദന എനിക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികം ഉണ്ടായിരുന്ന ആ പെയിന് അതല്ല സുഖപ്രസവത്തിൻ്റെ വേദന. കുഞ്ഞിൻ്റെ തല പുറത്ത് വരികയാണെങ്കിൽ അതെനിക്കൊന്ന് അറിയണമല്ലോ എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലോട്ടേക്കൊന്ന് വന്നു. അപ്പോൾ അങ്ങനെ ആ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്താണ് ഞാൻ VBAC കുറിച്ച് സെർച്ച് ചെയ്യുന്നത്. VBAC കുറിച്ച് സെർച്ച് ചെയ്തു. VBAC എന്നുള്ളൊരു ടേമൊന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്കിനി എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ, എനിക്ക് സിസേറിയൻ ആയി, ഇനി സിസേറിയൻ കഴിഞ്ഞിട്ട് നോർമലായ ആൾക്കാരുണ്ടോ, അതുവരെ നമ്മൾ ഇതിനെക്കുറിച്ചിട്ടൊന്ന് അന്വേഷിക്കുകയോ പഠിക്കുകയോ അങ്ങനെ ഉള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നവരല്ലോ. നമ്മൾ സ്റ്റുഡൻ്റ് ആയിരുന്നു, പെട്ടെന്ന് കല്യാണം കഴിയുന്നു, കുഞ്ഞുണ്ടാവുന്നു, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്താണ് VBAC എന്നുള്ളൊരു ടേം ഞാൻ ഓക്കെ പോസിബിലിറ്റി ഉണ്ട്, ഒരു സിസേറിയൻ കഴിഞ്ഞാലും നമുക്ക് ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ അപ്പോഴും എന്നെ അവിടെ ഒരു സ്റ്റക്കാക്കിയ നടക്കൂ എന്നുള്ളൊരിത് തോന്നിയത്, ഈ VBAC കുറിച്ച് കേൾക്കുന്ന സമയത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഇടുപ്പല്ലിൻ്റെ വികസനം ഇല്ലാത്ത ആൾക്കാർക്ക് ഇതിനുള്ള ചാൻസ്, VBAC ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞേക്കുന്നത് വെച്ചാൽ പിന്നെ ഇടുപ്പല്ല് വികസിക്കുന്നില്ല, കുഞ്ഞ് പുറത്തോട്ടേക്ക് വരുന്നില്ല, അതുകൊണ്ടാണ് സിസേറിയൻ ചെയ്യുന്നതാണല്ലോ. അപ്പം എനിക്കവിടെ ഞാനൊന്ന് ടെൻഷനായി, ഓക്കെ എനിക്ക് ചാൻസ് കുറവാണെന്നുള്ളത്. പക്ഷെ എന്നാലും എനിക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഞാനും എന്നെക്കൊണ്ടും സാധിക്കും. നമ്മളതെന്തൊരു ചലഞ്ച് പോലെയാണ് കാണുന്നത്. കാരണം വെച്ചാൽ നമ്മളോട് ഇങ്ങനെ പറയാമല്ലോ, നീ പണിയെടുക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നീ ഹാർഡ് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്, റെസ്റ്റ് എടുത്തുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വാശി വരുമല്ലോ. അപ്പം അങ്ങനെയാണ് എനിക്ക് നോർമൽ വേണം എന്നുള്ളത്. അപ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും, ഒന്നിൻ്റെ പെയിൻ അനുഭവിച്ച് കിടക്കുന്ന സമയത്ത് എങ്ങനെ രണ്ടാമത്തേനെ കുറിച്ചിട്ട് ആലോചിക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തെ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്ന ഇഷ്ടമാണ്, പക്ഷേ ആ കുഞ്ഞുങ്ങൾ തമ്മിൽ ഗ്യാപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ മൂത്ത കുഞ്ഞിനൊരു 5 വയസ്സാകുമ്പോൾ രണ്ടാമത്തെ ആൾ വേണം. എന്തായാലും എനിക്ക് രണ്ടാമത്തെ ഒരു കുഞ്ഞുണ്ടാവുമെന്ന് എനിക്കറിയാം, ആഗ്രഹമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ മൂത്ത കുഞ്ഞ്, എൻ്റെ മോളുണ്ടാവുന്നത് എനിക്ക് 2015-ലാണ്. 2022-ലാണ് എൻ്റെ സെക്കൻഡ് ബേബി എനിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അവർ തമ്മിൽ 7 വയസ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. എന്നിട്ടാണ് VBAC നടക്കുന്നത്. പക്ഷേ VBAC നടക്കാൻ വേണ്ടി ഇത്ര ഗ്യാപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കൊരു ഞാൻ കൺസൾട്ട് ചെയ്ത ഡോക്ടർ എന്നോട് പറഞ്ഞേക്കുന്നത് വെച്ചാൽ, നമുക്ക് VBAC എന്ന് പറയുന്നത് ഒരു കുഞ്ഞുണ്ടായതിന് ശേഷം, സിസേറിയനിലൂടെ ഒരു കുഞ്ഞുണ്ടായതിന് ശേഷം 18 മാസങ്ങൾക്ക് ശേഷം, ഇപ്പം അതിൽ കുറവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല, 18 മാസങ്ങൾക്ക് ശേഷം നമുക്ക് VBAC വേണ്ടി ട്രൈ ചെയ്യാമെന്നാണ്.
അപ്പോൾ എനിക്കിത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ട്. എൻ്റെ സ്റ്റിച്ചൊക്കെ അത്യാവശ്യം നല്ലപോലെ ഹീലായി, ആ ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ എനിക്കത് ട്രൈ ചെയ്യാമെന്നുള്ള ഇതായി. പക്ഷെ അവിടെയും എനിക്ക് ഒരു വെല്ലുവിളിയായിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെയും ഫസ്റ്റ് തൊട്ടിട്ട് റെസ്റ്റ് ആയിരുന്നു. ഒന്നാമത് ഒരു പ്രഗ്നൻ്റ് ആണെന്ന് നമ്മൾ അറിയുന്ന, ടെസ്റ്റ് ചെയ്ത് നമ്മൾ അറിയുന്ന ആ സമയം തൊട്ട് വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നല്ല ക്ഷീണിതയായിരിക്കും, നല്ലപോലെ വോമിറ്റിംഗ് ഉണ്ടാവും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും വോമിറ്റിംഗ് ഉള്ള ആൾക്കാർക്ക് അധികം ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു റെസ്റ്റിൻ്റെ കൂടെയാണ് എനിക്ക് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് പ്രഗ്നൻസിയിൽ എനിക്ക് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു. നോക്കിയ സമയത്ത്, ടെസ്റ്റ് ചെയ്ത സമയത്ത് പ്ലാസെൻ്റ പ്രീവി ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസെൻ്റ പ്രീവി ഉള്ളവർക്കും ഇങ്ങനെ രണ്ടാമത്തത് സുഖപ്രസവത്തിനുള്ള റിസ്ക് എടുക്കാൻ ഡോക്ടേഴ്സ് അങ്ങനെ നിൽക്കില്ല. അപ്പോൾ എനിക്ക് അതും ടെൻഷനായി. ഞാൻ വളരെയധികം ആഗ്രഹിച്ചിട്ട് ഈ 7 വർഷമായിട്ടും എൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്ന ഒരു സാധനമായിരുന്നു സെക്കൻഡ് ഡെലിവറി എനിക്ക് നോർമൽ ആവണമെന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ വീട് കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ കണ്ണൂരുള്ള ഒരു 4-5 ഹോസ്പിറ്റലിൽ ഞാൻ എന്നെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഡോക്ടറോടും അതല്ലാതെ അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ന സ്ഥലത്തുണ്ടാവും, അന്ന് മറ്റൊരു സ്ഥലത്തുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ ഒരു 5 ഹോസ്പിറ്റലിൽ ഞാൻ പോയി ഗൈനിക്കിനെ കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട്, എനിക്കതിന് പോസിബിലിറ്റി ഉണ്ടോ, എനിക്കത് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ച സമയത്ത് എല്ലാവരും മടക്കി അയക്കുകയാണ് ഇത്. അപ്പം ഭയങ്കര സങ്കടമായി. അപ്പോൾ അവരൊക്കെ ഓരോ റീസൺ പറഞ്ഞു. അതിനകത്ത് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ പ്ലാസെൻ്റ പ്രീവി തന്നെയായിരുന്നു. പ്ലാസെൻ്റ പ്രീവി ഉള്ള ഒരാൾക്ക് റിസ്ക് എടുക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ, എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഉള്ള ആൾക്കാരൊക്കെ VBAC ചെയ്തവരുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷ. അപ്പം നമ്മൾ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഇത് അറിയാം, ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഇത് വന്നല്ലോ. അപ്പോൾ ഞാൻ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തു, അവരുടെ ഫോൺ നമ്പർ വാങ്ങി അവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്. ഏറ്റവും കൂടുതൽ അത് ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് പ്രാധാന്യം നൽകുന്നത് ആ ഹോസ്പിറ്റലിൽ ഒരുപാട് ഗൈനിക് ഉണ്ട്. ശാന്തി എന്നാണ് ആ ഹോസ്പിറ്റലിൻ്റെ പേര്. അപ്പോൾ ഓമശ്ശേരിയിൽ ശാന്തി ഹോസ്പിറ്റൽ, ഓക്കെ, അവിടെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ കേൾക്കുന്നുണ്ട്, എനിക്ക് പോകണം എന്ന് പറഞ്ഞ്. ആൾ സപ്പോർട്ടായിരുന്നു, കാരണം എൻ്റെ ആഗ്രഹം എത്രത്തോളം വലുതായിരുന്നു എന്ന് ആൾക്കറിയായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ആ സമയത്ത് പ്ലാസെൻ്റ പ്രീവി കാരണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ബ്ലീഡിങ് ഉണ്ടായി. ഞങ്ങളുടെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് അത് അബോർഷന് വേണ്ടി ഇതെന്തായാലും മുമ്പോട്ടേക്ക് പോവില്ല, നമുക്ക് കുഞ്ഞിനെ എടുത്ത് കളയാമെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, എടുത്ത് കളയാനുള്ള ഒരു സ്റ്റേജ് വരെ എത്തി. അവിടെ നിന്ന് ഞാൻ ഞങ്ങളുടെ തന്നെ നാട്ടിലുള്ള അറിയപ്പെടുന്ന ഒരു ഗൈനക്കോളജിസ്റ്റായ അമർ ഡോക്ടറിൻ്റെ അടുത്തോട്ടേക്ക്, സാർ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ സാറിൻ്റെ അടുത്ത് വന്നാൽ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ച സമയത്ത് വന്നോളാൻ പറഞ്ഞു. സാറിനെ കണ്ടു, എനിക്ക് ഇഞ്ചക്ഷൻ വെച്ചു. ഒരു 7 മന്ത് വരെ ആ ഇഞ്ചക്ഷനും മെഡിസിനുമായിട്ട് മുമ്പോട്ടേക്ക് കൊണ്ടുപോയി. അൽഹംദുലില്ലാ എൻ്റെ മോൾക്ക് ഒരു പ്രശ്നവുമില്ല. സെക്കൻഡ് ഗേളാണ്, ആൾക്ക് ഒരു പ്രശ്നവുമില്ല. അന്ന് അബോർഷൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടേക്കുന്നൊരു മോള് ഇപ്പോൾ 3 വയസ്സായി, 3 വയസ്സാവാൻ പോകുന്നു. അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ലാണ്ടിരിപ്പുണ്ട്. അപ്പം നമ്മൾ എല്ലാ ഹോസ്പിറ്റലും ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊന്ന് ജസ്റ്റ് എൻ്റെ ഒരു സജഷൻ പോലെ നിങ്ങളോട് പറയാണ്. നിങ്ങളൊരു പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ആ ഒരു ഡോക്ടറിൻ്റെ മാത്രം ഒപ്പീനിയൻ എടുക്കരുത്. സെക്കൻഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു തേർഡ് ഒപ്പീനിയനെങ്കിലും എന്തായാലും എടുക്കണം. കാരണം വെച്ചാൽ എനിക്ക് നഷ്ടപ്പെട്ടേക്കാവുന്ന എൻ്റെ കുഞ്ഞ് ഇപ്പം എൻ്റെ കൈ പിടിച്ച് എന്നെ ഉമ്മ വിളിച്ച് എൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഫസ്റ്റ് കൺസൾട്ട് ചെയ്ത ഡോക്ടറിൻ്റെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മോളെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിനി അങ്ങോട്ടേക്ക് പോകുന്നില്ല. അങ്ങനെ ഞാൻ അമർ ഡോക്ടറെ ആയിരുന്നു അപ്പോൾ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാറിനോട് ഞാനിങ്ങനെ പറഞ്ഞു, സാർ എനിക്ക് VBACന് ആഗ്രഹമുണ്ട്. അപ്പോൾ സാറിനും റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഈ VBACന് ഡോക്ടർമാർ റിസ്ക് എടുക്കാത്തത് അവർക്ക് മടിയായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് സിസേറിയൻ ചെയ്യുമ്പോൾ ക്യാഷ് കിട്ടുന്നതുകൊണ്ടായിരിക്കും എന്നുള്ള ഒരു മിഥ്യാധാരണ നമ്മളെ ഇടയിലുണ്ട്. പക്ഷെ സംഭവം അതല്ല. ഈ VBACന് കുറച്ച് റിസ്ക് വരുന്നുണ്ട്. അതിനകത്ത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ സ്കാർ റപ്ചർ ഉണ്ടാവും, എന്ന് വെച്ചാൽ നമുക്ക് മുമ്പേ ഇട്ടിരിക്കുന്ന സ്റ്റിച്ച് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ടാവും, കുഞ്ഞിന് ശ്വാസതടസ്സം ഉണ്ടാവുക, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എമർജൻസി CS ചെയ്യേണ്ടി വരും. ഈ എമർജൻസി CS ചെയ്യണമെങ്കിൽ 24 hours ആ നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണോ VBACന് ട്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിൽ
ഗൈനക്ക് ഉണ്ടായിരിക്കണം, പീഡിയാട്രീഷ്യൻ ഉണ്ടായിരിക്കണം, അനസ്തേഷ്യ നൽകുന്ന ഡോക്ടർ ഉണ്ടായിരിക്കണം, പിന്നെ ബ്ലഡ് യൂണിറ്റ് ഉണ്ടായിരിക്കണം. ഇത് 4ഉം 24 hours ഉണ്ടായിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ മാത്രമേ VBAC പോസിബിൾ ആവുള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഡോക്ടർമാർ പൈസയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ സിസേറിയനൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടല്ല, ഇങ്ങനെയുള്ളൊരു ഫെസിലിറ്റീസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ VBAC പോസിബിൾ ആവുള്ളൂ. അപ്പം ഞാൻ അന്വേഷിച്ച സമയത്ത് ശാന്തി ഹോസ്പിറ്റലിൽ പ്രഗ്നൻസിക്ക് ഡെലിവറിക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്നൊരു ഹോസ്പിറ്റലാണെന്ന് അറിയാൻ പറ്റി. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയി. അമർ സാറിനോട് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു ഓക്കെ നിനക്ക് അവിടെ കാണിക്കാം എന്ന് പറഞ്ഞ് നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഞാൻ ശാന്തി ഹോസ്പിറ്റലിൽ ഡോക്ടർ ആയിഷ ഡോക്ടറെയാണ് ഞാൻ കാണുന്നത്. ആയിഷ ഡോക്ടറെ ആയിരുന്നു ഞാൻ കേട്ടപ്പോൾ ഒക്കെ നല്ല ഡോക്ടറാണെന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ അമീന എന്ന് പറഞ്ഞ ഡോക്ടറൊക്കെ ഉണ്ട്. കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2.5 വർഷമായിട്ട് കറക്റ്റ് ഞാനത് ഓർക്കുന്നില്ല. അപ്പം അങ്ങനെ കുറച്ച് ഗൈനക്ക് ഉണ്ട് അവിടെ, ഒരു 4-5 ഗൈനക്കാണെന്ന് തോന്നുന്നു. കറക്റ്റ് ഇപ്പം എനിക്ക് ഓർക്കുന്നില്ല. അപ്പോൾ അവിടെ പോയി ഡോക്ടറെ കണ്ട സമയത്ത് നമ്മൾ ഫുള്ള് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് പ്രീവിയസ് ആയിട്ടുള്ള സിസേറിയൻ നടന്നിട്ടുണ്ടായിരുന്നത്, എന്തുകൊണ്ടാണ്, ഇപ്പോഴത്തെ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെയൊക്കെ അന്വേഷിച്ചു. അപ്പോൾ ആ സമയത്ത് നാട്ടിലുള്ള ഡോക്ടേഴ്സ് പറഞ്ഞ പോലെ ആ ഡോക്ടർ പറയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്ലാസിൻ്റെ പ്രീവിയനെ കുറിച്ച് ഡോക്ടറൊന്നും ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടേ ഇല്ല. അല്ലെങ്കിൽ അതിന് ഒരു ഊന്നൽ കൊടുത്തിട്ടൊന്നും എന്നോട് സംസാരിച്ചിട്ടില്ല. ജസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ഡോക്ടർ കേട്ടു. കാരണം കുറച്ച് കഴിയുമ്പോൾ ശരിയാവാം എന്നുള്ള ഒരു അറിവുള്ളത് കൊണ്ടായിരിക്കാം ആ ഡോക്ടർ എന്നോട് അതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷെ അതിൻ്റെ റിസ്കുകൾ ഇരുത്തി പറഞ്ഞു തന്നു. നമുക്കൊരു ക്ലാസ് എടുക്കുന്ന പോലെ എനിക്ക് ഹസ്ബൻഡിനും പറഞ്ഞു തന്നു, ഈ ഒരു VBACന് ഇങ്ങനെയൊക്കെ റിസ്ക് ഉണ്ട്, പക്ഷേ ഈ റിസ്ക് 100-ൽ ഒരാൾക്ക് മാത്രമേ സംഭവിക്കുള്ളൂ. ഇതെല്ലാവർക്കും സംഭവിക്കുന്നതല്ല, പക്ഷേ റിസ്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതേ സമയത്ത് നിങ്ങളോട് ചോദിക്കാനൊന്നും നിൽക്കില്ല, അതിനുള്ള സമയം പോലും കൊടുക്കില്ല. വിത്തിൻ 15 minutes ആണെന്ന് തോന്നുന്നു നമ്മൾ കുഞ്ഞിനെ പുറത്തെടുക്കാൻ വേണ്ടി എമർജൻസി CS ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് അത്ര വലിയ പേടിയുള്ള കൂട്ടത്തിലൊന്നുമല്ല. അപ്പോൾ ഞാൻ ഓക്കെ ആയിരുന്നു റിസ്ക് എടുക്കാൻ. പക്ഷെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇപ്പോൾ ഇത് വീട്ടിൽ പറയണ്ട, ഇങ്ങനെയൊക്കെ റിസ്ക് ഉണ്ടെന്നുള്ള കാര്യം മറ്റുള്ളവരോട് പറയണ്ട, നമുക്ക് ആ സമയത്ത് അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ പിന്നെ ഈ ശാന്തി ഹോസ്പിറ്റലിൽ പ്രത്യേകത എന്താ പറഞ്ഞാൽ നമ്മൾ ദൂരത്തു നിന്ന് പോയി കാണിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഇവിടുന്ന് ഒരു 100 കിലോമീറ്ററിൻ്റെ മേലെയുണ്ട് നമുക്ക് എൻ്റെ സ്ഥലത്തു നിന്ന് ശാന്തി ഹോസ്പിറ്റലിലോട്ടേക്ക്. അപ്പോൾ അവിടെ തന്നെ സ്ഥിരമായിട്ട് എല്ലാ ചെക്കപ്പും അവിടെ തന്നെ പോയി ചെയ്യണമെന്ന് അവർ പറയുന്നില്ല. നിങ്ങൾ എവിടെയാണോ നാട്ടിൽ ആരെയാണോ കാണിക്കുന്നത് അവരെ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. പെയിന് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ അഡ്മിറ്റ് ആവാൻ പറയുന്ന സമയത്ത് നേരെ ഇങ്ങോട്ടേക്ക് വരിക, ഇവിടെ അഡ്മിറ്റ് ആകാമെന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങോട്ടേക്ക് നമ്മളിപ്പം നോർമൽ ആവണമെന്ന് കരുതിയിട്ട് ഓക്കെ എല്ലാം പടച്ചോൻ്റെ കയ്യിൽ അല്ലെങ്കിൽ എല്ലാം ഡോക്ടറെ കയ്യിലെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ നിന്നിട്ട് അങ്ങനെ നോർമലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മളൊരു ലക്കിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചൊന്നും വരാം. പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 7 month തൊട്ടിട്ട് അതിനുവേണ്ട എക്സസൈസ് ചെയ്യുമായിരുന്നു, നല്ലപോലെ ദുആ ചെയ്യായിരുന്നു. നമ്മളെ വിശ്വാസപ്രകാരം, ഇസ്ലാം മത വിശ്വാസപ്രകാരം നമ്മൾ സൂറത്ത് മറിയം ഓതിക്കഴിഞ്ഞാൽ പ്രസവമൊക്കെ എളുപ്പമാവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും അതിങ്ങനെ സ്ഥിരമായിട്ട് ഓതുമായിരുന്നു. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഡേറ്റ്സ് കഴിച്ച് കഴിഞ്ഞാൽ പ്രസവം എളുപ്പമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമികമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലാണ്ടും അങ്ങനെ അതിനെക്കുറിച്ചിട്ട് ഒരു ഇത് കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പം ഞാൻ എല്ലാ ദിവസവും ഡേറ്റ്സ് ഒരു 2-3 ഡേറ്റ്സ് ഒക്കെ വെച്ച് കഴിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എന്നെക്കൊണ്ട് എന്തൊക്കെ പറ്റുമോ അതൊക്കെ ചെയ്തു. എക്സസൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് യൂട്യൂബിലൊക്കെ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ആദ്യപ്പം VBACന് വേണ്ടി എന്നല്ല, നമ്മൾ നോർമൽ ഡെലിവറിക്ക് വേണ്ടി ആദ്യമായിട്ട് പോകുന്ന ഒരാളാണെങ്കിലും അത്യാവശ്യം എക്സസൈസൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു പെയിനിൻ്റെ ആ ഡ്യൂറേഷൻ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അത്രയും ഉറപ്പാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നോർമലാണെന്ന് പറഞ്ഞല്ലോ, സെക്കൻഡ് ഡെലിവറി നോർമലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് ഒരു 7 month കഴിഞ്ഞപ്പോൾ ഈ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഞാൻ പാടുപെട്ടിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇതിനകത്ത് ആദ്യം തൊട്ടേ ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ബ്ലീഡിങ് കാരണം ഒരുപാട് ടെൻഷൻ അടിച്ചു. കുഞ്ഞിനെ നഷ്ടപ്പെടുക എന്നുള്ള 4ാം മാസത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഹെവി ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി. കുഞ്ഞിനെ എടുത്തു കളയാൻ പറഞ്ഞ സിറ്റുവേഷൻസിൽ ഒരുപാട് ടെൻഷൻ അടിച്ചു. പക്ഷെ അതിൽ നിന്ന് റിക്കവറായി വന്ന് അത് കഴിഞ്ഞൊരു 7 month കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് എനിക്ക് ചെറുതായിട്ട് വാട്ടർ ബ്രേക്ക് ആവുന്ന പോലെ തോന്നി. ചെറുതായിട്ട് ഇങ്ങനെ ഞാൻ ഉപയോഗിച്ചിരുന്ന പാൻറ്റീസൊക്കെ ഇങ്ങനെ ഒരു വെറ്റ് ഫീലൊക്കെ ഉണ്ടായി. അപ്പം ഞാനിങ്ങനെ വീട്ടിലൊക്കെ പറയുന്നുണ്ട് എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നോർമലി പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ആയിരുന്നു കരുതി.
അപ്പോൾ അത് ഇച്ചിരി കുറച്ച് കൂടുന്ന സമയത്ത് ഞാൻ അമർ സാറിനോട് പറഞ്ഞു, സാർ എനിക്കിങ്ങനെ ഒരു ഫീലിങ്സ് തോന്നുന്നുണ്ട്. അതെന്ന് വെച്ചാൽ എൻ്റെ ഡെലിവറി EDD ഡേറ്റ് പറഞ്ഞ് ഈ എക്സ്പെക്റ്റഡ് ഡേറ്റ് പറയുന്നതിന് 1 മാസം മുമ്പേ ഞാൻ ഇങ്ങനെ പറഞ്ഞു, സാർ എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്, എനിക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ സമയത്ത് സാർ പറഞ്ഞു അങ്ങനെയാണ് സ്കാൻ ചെയ്യൂ. അപ്പം നാട്ടിൽ സാറ് വരുന്നതെന്ന് പറഞ്ഞാൽ വീക്ക്ലി 1 ഡേയോ അങ്ങനെ എന്തോ 2 ഡേയ്സോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ കണ്ണൂർ പോയിട്ട് കാണിക്കണം. കണ്ണൂരിൽ നിന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ കുറച്ച് ഗ്യാപ്പുണ്ട്. അപ്പം സാറ് വരുന്ന സമയത്ത് ഇവിടെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്തിട്ടും ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. വെള്ളം കുറയുന്നുണ്ടെന്ന് മനസ്സിലായി, വെള്ളം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിനെ കണ്ട സമയത്ത് സാറിങ്ങനെ പറഞ്ഞു, ഇപ്പം കുറവ് കാണുന്നുണ്ട്, ഞാനൊന്ന് PV ചെയ്ത് നോക്കാം. അതുവരെ PV ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഈ അബോർഷൻ ചെയ്ത് കളയാൻ വേണ്ടി നോക്കിയെന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഈ പ്ലാസൻ്റ പ്രീവിയുള്ള എന്നെ ഒരു 3-4 പ്രാവശ്യം PV ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കറിയാൻ വേണ്ടി പറ്റി ഈ പ്ലാസൻ്റ പ്രീവിയുള്ള എല്ലാവർക്കും ഒന്നും ഈ PV ചെയ്യാൻ പാടില്ല, അത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും എന്നുള്ളത്. എന്തുകൊണ്ടാണെന്നറിയില്ല. ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരുപാട് പരാതി കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പേരൊന്നും ഇവിടെ പറയുന്നില്ല. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകാതിരിക്കുക, നമുക്കറിയുന്നവർക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ പുറകോട്ടേക്ക് പോകണ്ടെന്ന് തോന്നി. അപ്പം സാർ PV ചെയ്ത സമയത്ത് പറഞ്ഞു പ്രോഗ്രഷൻ ഒന്നും കാണുന്നൊന്നും ഇല്ല, ഓപ്പൺ ആയിട്ടൊന്നും ഇല്ല. എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു പ്ലാസൻ്റ പ്രീവിയുള്ള ഞാൻ തന്നെ എനിക്ക് റിസ്ക് എടുക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നും ഫീൽ ചെയ്യാത്ത ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ ഈ ചെക്കപ്പിനൊക്കെ പോകുന്നത് തൊട്ടടുത്താണല്ലോ ഹോസ്പിറ്റലിൽ. അപ്പം അങ്ങോട്ടേക്ക് ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം അങ്ങോട്ടേക്ക് ഞാൻ പോകുന്നത് സ്വന്തമായിട്ട് 2 വീലർ എടുത്തിട്ടായിരുന്നു പോകുന്നുണ്ടായത്. അപ്പം ഈ സാറിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞ ഒരു ദിവസം എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പെയിൻ ഫീൽ, ഈ കാലൊന്നും നിലത്ത് വെച്ച് നടക്കാൻ പറ്റുന്നില്ല, അങ്ങനൊരു ഫീലൊക്കെ ഉണ്ടായി. അപ്പം ഞാൻ അതുവരെ അങ്ങനെ പോയിരുന്ന ഒരാൾ ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോഴത്തേന് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു സൗദിയിലോട്ടേക്ക്. അപ്പോൾ ഞാൻ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഹോസ്പിറ്റലിലോട്ടേക്ക് പോയ സമയത്ത് സാറിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പെയിൻ തോന്നുന്നുണ്ട്, ഇങ്ങനെ എന്താണ് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു ഞാനൊന്ന് PV ചെയ്ത് നോക്കാം, അങ്ങനെ എന്തെങ്കിലും ഓപ്പൺ ആവുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സാർ അങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് ഓപ്പൺ ഒന്നും ആയിട്ടുണ്ടായില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു നീ എന്തായാലും കാണിക്കുന്ന ഹോസ്പിറ്റലിലോട്ടേക്ക് ഒന്ന് പോകും, എന്നിട്ട് ഇങ്ങനെ ഈ വാട്ടർ ലെവൽ കുറയുന്ന സമയത്ത് ചില ഹോസ്പിറ്റലിൽ ഇൻഡ്യൂസ് ചെയ്തിട്ട് ഡെലിവറി ഉണ്ടാവും, നീ ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോഴും എനിക്ക് ടെൻഷനായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡോക്ടർ ഫസ്റ്റ് അവിടെയുള്ള ഓമശ്ശേരിയിലെ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേദന വരുത്തി പ്രസവിപ്പിക്കില്ല, വേദന നോർമലി വരുവാണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ടെൻഷനായി. അപ്പോൾ ഇതെന്തായാലും പോയാൽ ചെയ്യില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഒന്ന് പോയി നോക്ക്, ഇൻ കേസ് അവർ അഡ്മിറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്ന ടാബ് കഴിച്ചിട്ട് അടുത്ത ചെക്കപ്പിന് വന്നോളൂ. അപ്പോഴത്തേന് ലാസ്റ്റോട്ടായി 2 വീക്സ് കൂടുമ്പോൾ ചെക്കപ്പാണ്. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ടേക്ക്, ഇവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ 100-125 കിലോമീറ്ററോ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പം വണ്ടി വരാൻ ലേറ്റായി. ഒരു 12:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് നമുക്ക് അപ്പോയിൻമെൻ്റ് ഒന്നും അവിടെ പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ പെയിൻ കൊണ്ട് പോവുകയാണല്ലോ. അപ്പം അവിടെ പോയിട്ട് കാണിക്കാന്നുള്ള രീതിക്ക് അവിടെ പോയി നേരെ ലേബർ റൂമിലോട്ടേക്കാണ് കൊണ്ടുപോയത്. അവിടുന്ന് PV ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ അമീന ഡോക്ടറായിരുന്നു. അപ്പം ഡോക്ടർ വന്ന് PV ചെയ്തു, ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. ഡോക്ടർ ആ സമയത്ത് ഇതിൻ്റെ റിസ്കുകളൊക്കെ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തന്നു. ഞങ്ങൾ ഇപ്പം ആ ഒരു PV ചെയ്ത സമയത്താണ് അറിയുന്നത് 2 ഫിംഗർ ഓപ്പൺ ആയിരിക്കുകയായിരുന്നു എനിക്ക്. എന്ന് വെച്ചാൽ എൻ്റെ ഡെലിവറി ഡേറ്റ് പറഞ്ഞതിനേക്കാൾ 1 മാസം മുമ്പേ ആണ് കേട്ടോ. പക്ഷെ കുഞ്ഞിന് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു 2,700 ആ ഒരു വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ റിസ്ക് ഒന്നും ഇല്ല, കുഞ്ഞ് പുറത്തോട്ടേക്ക് വന്നാലും ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്ന് മനസ്സിലായി. അപ്പം 2 ഫിംഗർ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഡെലിവറി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവമാണല്ലോ. അപ്പോൾ ഡോക്ടർ ഒന്നും കൂടി ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കും, കുഞ്ഞിനെ ചിലപ്പം അപകടം സംഭവിക്കാം, അല്ലെങ്കിൽ അമ്മയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം എന്ന് പറഞ്ഞ സമയത്താണ് അന്ന് എൻ്റെ കൂടെ ബൈ സ്റ്റാൻഡറായിട്ട് എൻ്റെ ഉമ്മയുണ്ടായിരുന്നത്. ഉമ്മ എൻ്റെ മുഖത്തോട്ടേക്ക് ഒരു നോട്ടം. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇതൊക്കെ എനിക്കറിയാം, ഞാൻ മുമ്പേ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉമ്മാനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മ സൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ തന്നെ ബാക്കിയുള്ള വാട്ടറും കൂടെ അവർ ബ്രേക്ക് ചെയ്തു. സെക്കൻഡ് ബെഡിലോട്ടേക്ക് കൊണ്ടുപോയി കിടത്തി.
അവിടെ കിടന്നിട്ട് ഞാനിങ്ങനെ ടൈമിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. ഞാൻ ഡെലിവറി സ്റ്റോറി അല്ല, ബാക്ക് സ്റ്റോറിയാണ് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോറി വേണമെങ്കിൽ നിങ്ങൾക്ക് കേൾക്കണമെന്ന് താല്പര്യം തോന്നുവാണെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഡെലിവറി, സെക്കൻഡ് ഡെലിവറിയും എന്തൊക്കെയായിരുന്നു ഞാൻ അനുഭവിച്ചത് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറയുകയാണെങ്കിൽ അവിടെ കയറി വേദന ഒരുപാട് സഹിക്കേണ്ടി വരും, പ്രസവമാണല്ലോ. പക്ഷേ 5 മണിക്കൂറുണ്ട്. ആദ്യത്തെ പ്രസവത്തിൽ 10 മണിക്കൂർ ലേബർ പെയിൻ അനുഭവിച്ചിട്ട് സിസേറിയൻ ചെയ്ത് എനിക്ക് 5 മണിക്കൂർ കൊണ്ട് സുഖപ്രസവത്തിലൂടെ രണ്ടാമതൊരു പെൺകുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിച്ചു. നമ്മൾ ഇതാണ് പെയിൻ എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ കേട്ടോ, എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കുഞ്ഞിൻ്റെ തല വരുന്നതാണ് വലിയ പെയിൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. ചിലപ്പോൾ ഞാൻ അതിനെ വലിയ ഭീകരതയിൽ എൻ്റെ മനസ്സിൽ വെച്ചതുകൊണ്ടാണോ എന്നറിയില്ല. അൽഹംദുലില്ലാ, എന്താണേലും അതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞത് മനസ്സിലായി. കാരണം പിറ്റേ ദിവസം ഒന്നുമില്ല, അത്യാവശ്യം സിസേറിയനെ പോലെ അല്ലല്ലോ, വയറിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം തൊട്ട് സ്റ്റിച്ച് ഇടുന്ന പോലെ അല്ലല്ലോ. അപ്പോൾ 5 മണിക്കൂർ കൊണ്ട് എൻ്റെ ഡെലിവറി നടന്നു. രണ്ടാമത്തെ കുഞ്ഞിനെ എനിക്ക് കിട്ടി. അപ്പോൾ ഈ VBAC എന്ന് പറയുന്നത് എൻ്റെ പോലെ 7 വർഷത്തെ ഗ്യാപ്പ് വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. 18 മാസത്തെ അല്ലെങ്കിൽ 1.5 വയസ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതെല്ലാവർക്കും പോസിബിൾ അല്ല. പക്ഷെ എൻ്റെ ഒരു സിറ്റുവേഷനകത്ത് ഞാൻ പറഞ്ഞല്ലോ, എന്നോട് ഫസ്റ്റ് സിസേറിയൻ ചെയ്യുന്ന സമയത്ത് ആ ഹോസ്പിറ്റലുകാർ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ഇടുപ്പിൽ വികസിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് വീണ്ടും പോസിബിലിറ്റി കുറവ് തന്നെയാണ്. ആ ഒരു റീസൺ ആണെന്ന് പറഞ്ഞപ്പം ഈ പറഞ്ഞ ആയിഷ ഡോക്ടറും പറഞ്ഞു ചാൻസ് നോക്കാം, അത്ര ഉറപ്പില്ല, അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു ഞാൻ 5 മണിക്കൂർ കൊണ്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് 2 ഫിംഗർ ഓപ്പണായി, പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പം VBAC എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ആൾക്കാർ, നമുക്കിപ്പം പെട്ടെന്ന് കുഞ്ഞ് മഷി ഇറക്കുക, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് കുറയുക, വളർച്ചക്കുറവ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള പെട്ടെന്ന് ഉണ്ടാകുന്ന റീസൺ കാരണം ഞാനിതിനെ മെഡിക്കലി ഒരുപാട് പറഞ്ഞുതരാൻ മാത്രം എനിക്കതിനെക്കുറിച്ച് അറിവില്ല. ഞാൻ ആ സമയത്ത് സെർച്ച് ചെയ്തതും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഡോക്ടേഴ്സ് പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ എനിക്ക് അറിയുള്ളൂ. നിങ്ങൾ ഏത് ഡോക്ടറെയാണോ കൺസൾട്ട് ചെയ്യുന്നത്, നിങ്ങളിങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഏത് ഡോക്ടറെയാണോ കൺസൾട്ട് ചെയ്യുന്നത് അവരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ ഈ ശാന്തി ഹോസ്പിറ്റൽ. ഞാൻ വളരെയധികം അവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മളോട് സംസാരിക്കുന്ന രീതിയായാലും അവിടെ ക്ലീനിങ് ജോലി ചെയ്യുന്ന ആൾക്കാർ തൊട്ടിട്ട് പിന്നെ നമ്മളെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ വരെ എല്ലാവരും ഒരുപോലെ നല്ല സ്നേഹത്തോടെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ ഈ VBAC പോസിബിൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് നമുക്കിപ്പം കുട്ടിക്ക് വളർച്ചക്കുറവുണ്ടാവുക, കുട്ടി വല്ലാതെ മഷി ഇറക്കിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അബ്നോർമൽ പൊസിഷൻ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ മദറിന് പെട്ടെന്ന് BP വിടുക, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ സിസേറിയൻ ചെയ്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സെക്കൻഡ് ഡെലിവറി നോർമൽ ആവാനുള്ള ചാൻസ് ഒരു 70 to 75% എന്തായാലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ സിസേറിയൻ ആണ്, സോ ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ ഡെലിവറിയും സിസേറിയൻ ആയിരിക്കും എന്നുള്ള ഒരു ധാരണയൊന്നും മനസ്സിൽ വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ധൈര്യമായിട്ട് രണ്ടാമത്തെ നോർമൽ ആവാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഒരുപാട് സിസേറിയൻ ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ നമുക്ക് നമ്മുടെ ഹെൽത്തിന് നോർമൽ ഡെലിവറി തന്നെയാണ്. ഇനി ഇതിന് ചാൻസ് കുറവുള്ളത് എന്നാൽ ഒട്ടും നടക്കൂല എന്നൊന്നും പറയാൻ പറ്റാത്ത ആൾക്കാരെന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ കേസിൽ പഴയ ഹോസ്പിറ്റലുകാർ പറഞ്ഞ പോലെ ഈ ഇടുപ്പിൽ വികസിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞിട്ട് പെയിൻ വരാണ്ടിരിക്കുക, ഇങ്ങനെയുള്ള കേസുകൾക്ക് ഇങ്ങനെ ഈ ഒരു കാരണം കൊണ്ടൊക്കെ പിന്നെ ഇൻഡ്യൂസ് ചെയ്തിട്ട് പെയിൻ വരാണ്ടിരിക്കുക അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ചാൻസ് കുറവാണെന്നാണ് പറയുന്നത്. എന്നാലും ഒട്ടും പറ്റില്ല എന്നല്ല, ചാൻസ് കുറവാണ്. ഇതിൻ്റെ എന്താ പറയുക ഡിഫിക്കൽട്ടീസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ഡോക്ടർ പറഞ്ഞത് സ്കാർ റപ്ചർ എന്ന് വെച്ചാൽ സ്റ്റിച്ച് പൊട്ടിപ്പോകാൻ. നമ്മൾ സ്റ്റിച്ച് മുമ്പേ നമുക്ക് സിസേറിയൻ ചെയ്ത സമയത്ത് തന്നെ സ്റ്റിച്ച് പഴുത്തിട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായ ആൾക്കാർക്ക് ഇച്ചിരി കൂടി അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അല്ല നിങ്ങൾക്ക് അതിന് ശേഷം ആ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം പിന്നെ അങ്ങോട്ടേക്കുള്ള സമയങ്ങളിലൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ധൈര്യമായിട്ട് നമുക്ക് സുഖപ്രസവത്തിന് വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം VBACനെ കുറിച്ചുള്ള അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് പറഞ്ഞു. ഇടയിൽ കൂടെ എൻ്റെ കുറച്ച് സ്റ്റോറീസൊക്കെ കയറി വന്നിട്ടുണ്ട്. സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റേതായ അനുഭവങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത്
എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊരു 7 മന്ത് കഴിയുമ്പോൾ തൊട്ടിട്ട് നമ്മൾ നോർമലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. എക്സസൈസ് ചെയ്യാൻ ഞാൻ ഇതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എക്സസൈസ് ചെയ്യുക, ഡേറ്റ്സ് കഴിക്കുക, പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത്, നിങ്ങളെ ഏത് ദൈവമാണ് നിങ്ങളെ സംരക്ഷിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്, അവരോട് നന്നായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന നമുക്ക് ഒരുപാട് ഇത് തരുന്നതാണ് എൻ്റെ ഒരു അനുഭവത്തിലൂടെ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നന്നായി പ്രാർത്ഥിക്കുക. ഡോക്ടേഴ്സ് പറയുന്ന പോലെയുള്ള ഇപ്പം ഡോക്ടേഴ്സ് തന്നെ നമുക്ക് ചെയ്യേണ്ട കുഞ്ഞു കുഞ്ഞു എക്സസൈസൊക്കെ പറഞ്ഞു തരും. ഇല്ലെങ്കിൽ നമ്മളൊന്ന് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും നമുക്ക് ഒരു സിസേറിയന് ശേഷവും കുഞ്ഞിനെ ഒരു സിസേറിയന് ശേഷം നമുക്ക്, അല്ലെങ്കിൽ 2 സിസേറിയന് ശേഷം പോലും നോർമൽ ഡെലിവറി ആകുന്ന ആൾക്കാരുണ്ട്. ഒരു സിസേറിയന് ശേഷം 2 നോർമൽ ഡെലിവറി ആകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പോസിബിളാണ്. നിങ്ങളൊരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു ആളാണ് ഇത് കാണുന്നതെങ്കിൽ ടെൻഷൻ ആവാതിരിക്കുക, ഹാപ്പി ആയിരിക്കുക. നമ്മൾ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യമായി പ്രഗ്നൻ്റ് ആയ ഒരാളാണെങ്കിൽ ആ കുഞ്ഞിനോടൊപ്പം നമ്മൾ ഒരു അമ്മയായിട്ട് ജനിക്കാൻ, അല്ലെങ്കിൽ ഒരു ഉമ്മയായിട്ട് ജനിക്കാൻ വേണ്ടി പോവാണ്. അമ്മയും അച്ഛനും ആ കുഞ്ഞിനോടൊപ്പം തന്നെ ജനിക്കാൻ പോവാണ്. അപ്പം ഏറ്റവും നന്നായി ഹാപ്പി ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ എന്നോട് ചോദിക്കാം, ഞാൻ പറഞ്ഞുതരാം. ഹോസ്പിറ്റൽ ഡീറ്റെയിൽസോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് എൻ്റെ സ്റ്റോറീസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റോറി മുഴുവനായിട്ട് എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഡെലിവറി, സെക്കൻഡ് ഡെലിവറി എന്നൊക്കെ വലിയ സ്റ്റോറിയൊന്നും അല്ല, എന്നാലും അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ വരാം. നല്ലൊരു കണ്ടന്റുമായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുവരേക്കും ടാറ്റാ.